ഫ്ലാഷ് ന്യൂസ് ഒക്കെ പറയാൻ നിങ്ങൾ എന്നു മുതലാ മീഡിയക്കാരിയായത്? അയ്യോ, ഇത് പബ്ലിക് ന്യൂസ് ഒന്നും അല്ല, ഈ കുടുംബത്തിലെ ന്യൂസാ. കോവിലകൻ ന്യൂസ്. നിന്റെ അച്ഛനെ ആ സംയുക്തയുമായി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്നു. ആ എഗ്രിമെന്റിന് ഒരു പുതുമയുണ്ട്. അവര് തമ്മില് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതേ ഈ മനോഹരമായ ഭവനത്തിൽ വെച്ചാ. കൂടുതൽ നീ ഷൈൻ ചെയ്യല്ലേ. പത്തി വിടർത്തി ഇതിനകത്ത് കിടന്ന് ആടണ്ട. ഈ വീട്ടിൽ വെച്ച് ആ എഗ്രിമെന്റ് നടക്കില്ല. നടക്കുമല്ലോ. ശ്രീമാൻ പ്രതാപവർമ്മയുടെ തീരുമാനം അത്. പ്രതാപവർമ്മയുടെ തീരുമാനങ്ങളെല്ലാം നടപ്പിലാക്കാതെ അവനടങ്ങില്ല. ആ പ്രതാപവർമ്മയുടെ മകളാണ് ഈ ഋതികയെങ്കിൽ ഞാൻ അതിന് പ്രതാപവർമ്മയുടെ മകളല്ലല്ലോ ഋതിക. ഇനിയും മര്യാദക്കേട് പറഞ്ഞ ഇവിടെ വെച്ച് തീർക്കും നിങ്ങളെ ഞാൻ. ഋതു വേണ്ട. നീ എന്തെല്ലാം പറഞ്ഞാലും എത്രയൊക്കെ കടന്ന് കയറ് പൊട്ടിച്ചാലും ആ എഗ്രിമെന്റ് ഇവിടെ വെച്ച് തന്നെ നടക്കും. നിനക്ക് തടയാങ്കി തടയും. കളി ലൈവായിട്ട് തന്നെ കാണാലോ. ഋതു, ഇപ്പോഴത്തെ സിറ്റുവേഷനില് വേണ്ട. എന്നെ അഡ്വൈസ് ചെയ്യാൻ ആരും വരണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഋതു, വേണ്ടെന്ന് പറഞ്ഞില്ലേ? എല്ലാവരും എനിക്കറിയാം. ഹലോ, ഞാനാ ഋതികമോളെ, സാവിത്രി. എന്താ ചേച്ചി? രുക്മിണി ശ്രീലക്ഷ്മിക്ക് ഭ്രാന്ത് വരാൻ വേണ്ടി ഒരുതരം പൊടി കലക്കി കൊടുത്തില്ലേ? അറിയാം ചേച്ചി. ശ്രീയുടെ അസുഖം വല്യമ്മ മാറ്റുകയും ചെയ്തല്ലോ. രുക്മിണി ആ മയക്കുപൊടി സംഘടിപ്പിച്ച സ്ഥലത്തെ പറ്റി എനിക്ക് ചില ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ഞാനതിന്റെ ഉറവിടം തിരക്കി പോവാണ്. അങ്ങനെയാണെങ്കിൽ ചേച്ചി പോയിട്ടോ. അല്ല, ഇച്ചിരി പണച്ചെലവുണ്ടേ. യാത്രാ ചെലവും അവിടെ ദക്ഷിണയും കൊടുക്കണം. അത് ഞാൻ അയച്ചുതരാം. ശരി മോളെ. ഓം ചുടലഭദ്രേ നമഃ. ഓം ചുടലഭദ്രേ നമഃ. ഓം ചുടലഭദ്രേ നമഃ. കേറി വരൂ. നമസ്കാരം സ്വാമിനി. ഞാൻ മണിമേടയിൽ സാവിത്രി. കൊട്ടാരം തങ്കച്ചിന്ന് വിളിക്കും. ഈ പാറക്കണ്ട മണ്ടോദരി അവിടുന്ന് തന്നെയാണോ? ഡോക്ടർ മണ്ടോദരി എന്ന് പറയൂ. പാറക്കണ്ടൊക്കെ മാഞ്ഞുപോയി. ഡോക്ടറെ, ഞാൻ അവിടുത്തെ മുഖം കാണിക്കാനാ വന്നത്. അപലക്ഷണം പിടിച്ച മുഖമാണെന്ന് ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായി. ചമ്രം പടഞ്ഞിരിക്കൂ. എന്തു പടഞ്ഞ്? ചമ്രം പടഞ്ഞ്. ഓ, കാര്യം പറയൂ. ഞാൻ നമ്മുടെ പലിശക്കാരി രുക്മിണി പറഞ്ഞിട്ട് വരുവാ. പലിശക്കാരി രുക്മിണി എന്തു പറഞ്ഞു? അവളുടെ മരുമകളെ വട്ടാക്കാൻ ഡോക്ടർ പാറക്കണ്ട ഒരു മരുന്ന് കൊടുത്തില്ലേ? അതുപോലെ എന്റെ മരുമോൾക്കിട്ടും ഒരു പണി കൊടുക്കണം. ഇത് ഞാൻ അമ്മായിയമ്മമാർക്കായി തുറന്നു വെച്ചിരിക്കുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ്. മരുമക്കളെ ഒതുക്കാൻ. കൊട്ടാരം തങ്കച്ചി പറയൂ, നിങ്ങളുടെ മരുമകൾക്ക് ആ മരുന്ന് വേണോ? വേണം. അവള് ഭയങ്കര ശല്യോ. തരാം. 5 ദക്ഷിണയും 5000 രൂപയുമാ പ്രതിഫലം. ഓ, അതൊക്കെ തരാം. ഈ 5 ദക്ഷിണ ആർക്കൊക്കെയാ? അറുകോലെ അച്ഛൻ, മത്തക്കണ്ടം മാടനച്ഛൻ. പുത്തരിക്കണ്ടോ? പുത്തരിക്കണ്ടവും പഴവങ്ങാടിയൊന്നുമല്ല. മത്തക്കണ്ടത്തിൽ മാടനച്ഛൻ, ശീരുവാണി മറുത, ആനവാരി മർക്കടൻ, വേൽപ്പുഴു കുട്ടുവൻ. ഈ 5 പിശാചുകൾക്കുമാണ് ദക്ഷിണ. 5000 രൂപ മയക്കുമരുന്നിന് പ്രതിഫലം. ഓക്കെ, സമ്മതിച്ചു. എന്നാൽ ദുർമന്ത്രം ചൊല്ലി പൊടി ആവാഹിച്ചു തരാം. മരുമകളുടെ പേര് പറയൂ. മരുമോളുടെ പേര് ചെല്ലമ്മ. അവള്
തങ്കച്ചിയോട് വലിയ ശല്യമാണോ? ഓ, ശല്യാണോന്ന് ചോദിച്ചാ അവൾ എനിക്ക് പാൽപ്പായസത്തിൽ എലിവശം വരെ കലക്കി തന്ന് കൊല്ലാൻ നോക്കി. അങ്ങനെയാണെങ്കിൽ അവളെ കൊല്ലണം. ഒട്ടും കുറവില്ലാത്ത ഓരോ തുകകള് ദക്ഷിണ വെക്കണം. തുകകൾ കുറയരുതേ. ദുർഭൂതങ്ങളാ. അവരെന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പറയാൻ പറ്റൂല. ഓ, ഇനി ആ ദുർഭൂതത്തെ മയക്കുപൊടിയിലേക്ക് ആവാഹിച്ച് കേട്ടട്ടെ. തങ്കച്ചി പ്രാർത്ഥനയോടെ ഇരുന്നോളൂ. ഞാൻ പറയുന്ന ഒരു ലഘുമന്ത്രം 3 പ്രാവശ്യം ചൊല്ലണം. കടിച്ചാ പൊട്ടാത്ത വാക്കുകളാണെങ്കി ചൊല്ലാൻ പാടാ. പല്ലൊക്കെ ഇളകിയിരിക്കുക. ചൊല്ലാവുന്ന മന്ത്രം തന്നെയാ. ആ, എന്നാ പറഞ്ഞു. അറുകുലവാ അറുകുലവാ ഷഷ്ട 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 ഷഷ്ട. അറുകൊലവാ അറുകൊലവാ ഷഷ്ട ഷഷ്ട അറുകൊലവാ 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 ഷഷ്ട ഷഷ്ട അറുകൊലവാ. ഇത് മരുമകൾ അറിയാതെ അവളുടെ വയറ്റിൽ പല പ്രാവശ്യമായിട്ട് ചെല്ലണം. പിന്നെ നിങ്ങൾ അവളെ ഊളംപാറയിൽ പോയി കണ്ടാ മതി. നിന്നെ ഞാൻ ശരിപ്പെടുത്തി തരാം. അവളുടെ അറുകൊല ഷഷ്ട കൂടോത്രം നടത്തുന്ന എല്ലാവർക്കുള്ള പണി ഉടൻ വരുന്നുണ്ട്. ശരിയാക്കി തരാം. നോക്കിക്കോ. എന്നാ ഞാൻ പോയിട്ട് വരാം. ആ